നമ്മൾ ഉണ്ടാക്കാൻ നമ്മുടെ പൊരുത്തിലട ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നോക്കിയാലോ കടുത്ത. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, പൊടി നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, തേങ്ങയും ചെരി വെച്ചിട്ടുണ്ട് കേട്ടോ. അടപ്പ് കത്തിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പത്തിന് നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുക്കി വന്ന് കത്ത് നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ശർക്കരയുടെ ഇത് മാറ്റിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടാ. എന്നിട്ട് നമ്മൾ നേരത്തെ ചിരവി വെച്ച തേങ്ങ ഇല്ലേ അതും അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഈ തേങ്ങ നല്ലോണം മൂത്ത് വരുന്നവരെയും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്നിട്ട് ഇത്തിരി പെരിഞ്ചീരകവും ഏലക്കയും കൂടി നമുക്ക് പൊടിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ആ തേങ്ങ നല്ലോണമായിട്ട് മൂത്ത് വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് പൊടി ചൂടുവെള്ളത്തിലിട്ട് വാട്ടിയെടുക്കണം. നമ്മൾ മറ്റേ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കില്ല, അതുപോലെ ആക്കണം. എന്നിട്ട് നേരിയ ചൂടുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ആയിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇതിന് തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി വെച്ച ആ ശർക്കരയില്ലേ അതൊരു അരിപ്പയിൽ വെച്ചിട്ട് നമുക്ക് ആ ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ ശർക്കരയുടെ ആ വെള്ളമൊക്കെ ഇല്ലേ അതൊക്കെ നന്നായിട്ട് വറ്റി അടപ്പിലേക്ക് നമ്മുടെ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. ആ ശർക്കരയും തേങ്ങയോടെ ഒരു ഇത്തിരി കുറുകിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൈ വിടാണ്ടാണ് ഇളക്കി കൊടുക്കുക. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ആ പൊടിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ബോൾസ് ആക്കി വെക്കുക. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ഉണ്ടാക്കാം. എന്നിട്ട് എല്ലാം ഉരുട്ടി വെക്കണേ. എന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വാഴല പൊട്ടിച്ചിട്ടാ നമ്മുടെ ആവശ്യത്തിനുള്ള നീട്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ആ വാഴല മുറിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് മുറിച്ച് വെച്ചാൽ ആ വാഴല കഴുകി എടുക്കണം കേട്ടോ, നന്നായിട്ട് കഴുകണം. എന്നിട്ട് നമ്മുടെ തേങ്ങയും ശർക്കരയും നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. നമ്മൾ പ്രസ്സിലെടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ മസാല ഈ സംഭവം വെച്ചിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഒട്ടി വരണം. എല്ലാവരും അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ വാഴയിലെ പൊതിഞ്ഞിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിക്ക് എല്ലാവരും വെക്കണം കേട്ടോ. അരമണിക്കൂർ നമ്മൾ വേവാൻ വെച്ച് കഴിയുമ്പോൾ എന്നിട്ട് ആ ഇഡ്ഡലി ചെമ്പിയുടെ മൂടി തുറക്കണം കേട്ടോ. അപ്പോൾ നല്ല മണം ഇങ്ങോട്ട് വരും, നമ്മുടെ മുക്കിൽ നല്ല മണം അടിക്കും, നല്ല രസം ഉണ്ടാവും കേട്ടോ ഫ്രണ്ട്സ്. അത് നമ്മളിങ്ങനെ പയ്യനെ നോക്കി എടുത്തിട്ട് തിന്നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ചൂടുണ്ടായിരുന്നു, തിരിച്ച് വായക്ക് ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തത്തോണ്ട് എങ്ങനെ ഒഴിച്ചെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.